മഹാനരായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ വലുതാണ്. അവരുടെ സമൂഹത്തിൽ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളഞ്ഞു. അത്ര വലിയ ധിക്കാരിയായൊരു മനുഷ്യന്റെ ചരിത്രത്തിലുണ്ടായിരുന്നില്ല. ഞാനാണ് പടച്ചവൻ, ഞാനാണ് റബ്ബ്, അന റബ്ബുകുമുൽ അഅലാ. ഫറോവയാകുന്ന ധിക്കാരിയായ ഭരണാധികാരിയെ അതിജയിച്ചു വന്ന നേതാവാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആൺകുട്ടികളെ മുഴുവനും, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞു. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഗർഭിണിയുണ്ടോ, ആ ഗർഭിണി പ്രസവിക്കുന്ന സമയമാകുമ്പോഴേക്ക് പട്ടാളം എരച്ചു കയറുകയാണ്. അവരിൽ ആൺകുട്ടികളെയൊക്കെയും കൊന്നുകളഞ്ഞു. അവരുടെ ആൺകുട്ടികളുടെ തലയറുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്നൊരാൾ അവരിലേക്ക് വരാതിരിക്കാൻ ഫറോവ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. അതേ ഫറോവയുടെ കൊട്ടാരത്തിൽ അല്ലാഹു വളർത്തിയെടുത്ത നേതാവാണ് കലീമുല്ലാഹി മൂസ. മനുഷ്യ ചരിത്രത്തിൽ ഗസ്സയിലെ പാവങ്ങളായ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളഞ്ഞാൽ ഞങ്ങൾക്ക് എക്കാലവും ബൈത്തുൽ മുഖദ്ദസ് ഭരിക്കാമെന്ന് വിചാരിക്കുന്ന ധിക്കാരികൾക്കുള്ള ചരിത്രത്തിന്റെ പാഠമാണ് ആശൂറ. അങ്ങനെ ഒരുത്തനുണ്ടായിരുന്ന ചരിത്രത്തിൽ ആൺമക്കളുടെ തലയറുത്തു കളഞ്ഞ് താൻ അധികാരത്തിൽ എന്നുമെന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചവൻ, അവനെ അല്ലാഹു തആല ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച വസ്തുവാക്കി ബാക്കി വെച്ചു. ആ ഫറോവയെ കണ്ട മുൻഗാമികളുടെ ത്യാഗങ്ങൾ അറിയുന്ന സമൂഹമാണ് നമ്മൾ. ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാനുള്ള പ്രതിസന്ധിയിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജമാണ് ആശൂറ. ലോക ചരിത്രത്തിലെ ധിക്കാരികളെ അതിജയിച്ചു വന്ന മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രമാണ് ആശൂറ എന്ന് പറയാനുള്ളത്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ അതിജയിച്ച നേതാവാണ്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ അവസ്ഥയിൽ ഉയർന്നു വന്ന നേതാവ്. തന്റെ കൂടെയുള്ള പാവങ്ങളായ മനുഷ്യരെയും കൊണ്ടൊരു പാതിരാവിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. മുന്നിലുള്ളത് സമുദ്രം, പിന്നിലുള്ളത് ഫിർഔൻ. എന്തു ചെയ്യണമെന്നറിയില്ല. പിഞ്ചോമന മക്കൾ പരിശുദ്ധമായ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ തിളച്ച എണ്ണയിൽ മുക്കി കൊന്നുകളഞ്ഞവനാണ് ഫറോവ. മാഷിത്താ ബീവിയുടെ മക്കളെ തിളച്ചുമറിഞ്ഞ എണ്ണയിലേക്ക് മുക്കി കൊന്നുകളഞ്ഞു. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ആണി തറച്ചുകൊണ്ടാണ് കൊന്നുകളഞ്ഞത്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മുടെ കൽബിലുണ്ടാവണം. അവര് ചെന്നു നിന്ന് ഇനി എവിടെയാണ് രക്ഷയുള്ളത്? മുന്നോട്ട് പോയാൽ സമുദ്രാണ്. മനുഷ്യന്റെ ചിന്തയിലോ ബുദ്ധിയിലോ കഴിവിലോ രക്ഷയുടെ വഴികളൊന്നുമില്ല. അവിടെയാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔൻ വഅൻതും തൻദുറൂൻ. എല്ലാ തരത്തിലുമുള്ള സഹായത്തിന്റെ വാതിലടഞ്ഞ നേരത്ത് സഹായങ്ങളുടെ എല്ലാ സഹായങ്ങളുടെയും അടിസ്ഥാന സഹായം എവിടെ നിന്നാണ് വരുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനങ്ങ് തുറന്നു കൊടുത്തു വഴി. സമുദ്രം പിളർത്തി നടത്തി സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അവരും സമൂഹവും രക്ഷപ്പെട്ടുപോയി. മനുഷ്യനൊന്നും ചെയ്യാനില്ല, രക്ഷിതാവായ റബ്ബ് ബാക്കിയുണ്ട്. എപ്പോഴും നമ്മുടെ കൽബിൽ വേണം അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന്റെ സഹായം. നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ ആ സഹായം നമ്മിലേക്ക് എത്തിച്ചേരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആശൂറയുടെ ദിവസം ആ വലിയ മഹത്തായ മനുഷ്യ ചരിത്രത്തിലെ മറക്കാൻ കഴിയാത്ത വിജയം ഉൾപ്പെടെ നിരവധി അമ്പിയാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദിവസമാണ് ആശൂറയുടെ ദിവസം. സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടുത്തെ ജനതയും കൊണ്ട് അല്ലാഹു തആല കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നടന്നു പോകാൻ തെളിച്ചു കൊടുത്ത വഴിയിലൂടെ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമും അവിടുത്തെ ജനതയും രക്ഷ പ്രാപിച്ചു. സമുദ്രത്തിന്റെ നടുവിലൂടെ അവര് മറുപുറത്തു ചെല്ലുമ്പോ അത് വഴിയാണെന്ന് കരുതി പിന്നിലൂടെ വന്നു ഫിർഔൻ. ആ ഫറോവയും സംഘവും കടലിന്റെ നടുക്കെത്തുന്ന നേരത്ത് കടൽ മൂടുകയാണ്. ആ വെള്ളത്തിൽപ്പെട്ട് ഫറോവ മുങ്ങിത്താടുന്ന നേരത്ത് വിളിക്കുകയാണ്, ആമന്തു ബിറബ്ബി മൂസ, ആമന്തു ബിറബ്ബി മൂസ, ആമന്തു ബിറബ്ബി മൂസ.
ഞാൻ മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു പോയി. അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ നടുത്തളത്തിൽ മുങ്ങിത്താടുന്ന നേരത്ത് ഫറോവ വിളിക്കുകയാണ്, അല്ലാ അല്ലാ അല്ലാ. ആ വിളി കേൾക്കുന്ന ഉടനെ കടലിന്റെ മറുകരയിൽ നിൽക്കുന്ന മൂസാ പ്രവാചകരുടെ ചാരത്തേക്ക് വരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഓ മൂസാ നബിയെ, ഫറോവ മുങ്ങിത്താടുന്ന നേരത്ത് അല്ലാഹു എന്ന് വിളിക്കുന്നുണ്ട് മൂസ. അകലെ അകലെ അല്ലാഹു റബ്ബുൽ ആലമീനാകുന്ന രക്ഷിതാവ് ചോദിക്കുന്നുണ്ട്. അവന്റെ വിളി കേട്ടിട്ട് സഹിക്കുന്നില്ല. അവൻ എന്നെ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഫറോവയ്ക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു അല്ലാഹ്. ഫിർഔനിന് മാപ്പ് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു അല്ലാഹ്. ഫറോവയുടെ വിളി കേൾക്കുമ്പോഴും അല്ലാഹു തആല ചോദിക്കുന്നു മൂസാ നബിയെ, ഫിർഔൻ കിടന്ന് അല്ലാഹ്ന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ അവന് പുറത്തു കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തട്ടെ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, വേണ്ട, അവനെ കൊണ്ട് സഹിക്കാവുന്നതൊക്കെ സഹിച്ചു. അവന്റെ വിളിയിൽ ആത്മാർത്ഥതയുള്ള വിളിയല്ല. പലതവണ പരീക്ഷിക്കപ്പെട്ടപ്പോഴും അവൻ അല്ലാഹുവിനെ വിളിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, എന്റെ ശബ്ദം കേൾക്കുന്നവർ, നമ്മൾ ആരും ഫറോവമാരല്ല, പടച്ചവൻ ഞാനാണെന്ന് പറഞ്ഞവരല്ല. അങ്ങനെ ഒരാളും ഈ കൂട്ടത്തിലില്ല. നമ്മൾ അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നമ്മൾ ആരെയും കൊന്നിട്ടില്ല. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല. നമ്മിൽ നിന്നറിയാതെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഫിർഔനിന്റെ പോലും വിളി അല്ലാഹു ആകുന്ന കാരുണ്യവാനായ രക്ഷിതാവ് കേൾക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നമ്മളൊന്ന് അറിഞ്ഞു വിളിച്ചാൽ അല്ലാഹു കേൾക്കില്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവന്റെ വിളി പോലും പ്രയാസത്തിന്റെ നേരത്ത് ആ റബ്ബ് ചെവിക്കൊള്ളുമെങ്കിൽ, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി അല്ലാഹ് വിളിച്ചാല് ആ റബ്ബ് കേൾക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരും. അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ.